നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ഭരണസമിതി നോട്ടീസ് നൽകി. തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ഭരണസമിതി അംഗങ്ങൾ. ഭരണകക്ഷി കൗൺസിലർമാർ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി. മൂവാറ്റുപുഴ നഗരസഭയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ജീവനക്കാർ. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ ചില കൗൺസിലർമാർ അനുവദിക്കുന്നില്ലെന്നും ജീവനക്കാർ. അന്തർദേശീയ തൊഴിലാളി ദിനം. മൂവാറ്റുപുഴയിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ച LDF CITU ഏരിയ പ്രസിഡന്റ് MA സഹീർ പതാക ഉയർത്തി. തൊഴിലാളി ദിനത്തിൽ മൂവാറ്റുപുഴയിൽ മെയ്ദിന റാലി നടത്തി INTUC റീജിയണൽ കമ്മിറ്റി. ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് BJP. 10 വർഷമായി രണ്ടാമതൊരു ബർണർ കൂടി നിർമ്മിച്ചിട്ടും അതിന്റെ പണി പൂർത്തിയാക്കുവാനോ ഉപയോഗപ്പെടുത്തുവാനോ നാളിതുവരെയായിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും BJP. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകി ഭരണസമിതി. തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഭരണസമിതി പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ ഭരണസമിതി നോട്ടീസ് നൽകി. മുനിസിപ്പൽ ആക്ടിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ഭരണസമിതി പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രമേയത്തിന് പിന്നാലെ വസ്തുതകൾ മറച്ചുവെക്കാൻ സെക്രട്ടറി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഭരണസമിതി രംഗത്തെത്തി. ഇതോടെ നഗരസഭയിൽ ഭരണപരമായ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തൽ, കൌൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച, പ്രധാന ഫയലുകളിൽ സ്വമേധയാ തീരുമാനമെടുക്കൽ, വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് സെക്രട്ടറിക്കെതിരെ ഭരണസമിതി ഉന്നയിക്കുന്നത്. മുതിർന്ന പൗരനോട് സെക്രട്ടറി മോശമായി പെരുമാറിയെന്ന് ചെയർപേഴ്സണ് പരാതി ലഭിക്കുകയും ഇത് ചൂണ്ടിക്കാട്ടിയ ചെയർപേഴ്സണെതിരെ സെക്രട്ടറി അസഭ്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തെന്നും ആരോപണമുണ്ട്. നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് നഗരസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ പറഞ്ഞു. ഇന്ന് രാവിലെ ഫ്ലെക്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർമാരെ ഒരു യോഗം വിളിക്കുകയും അത്യാവശ്യം 2 കൗൺസിലർമാർ കൂടി ഫ്ലെക്സ് എടുക്കുന്നത് വളരെ അനിവാര്യമാണെന്നും ഫ്ലെക്സ് മൂലം പല അപകടങ്ങളും സംഭവിക്കുകയാണെന്നും ഇത് എടുത്തു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി UDF കൗൺസിലർമാരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചെയർപേഴ്സന്റെ ചേംബറിൽ വിളിച്ചു ചേർക്കുകയും ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ കുറിച്ച് ഈ നഗരത്തിലെ 85 വയസ്സായ 5.5 ലക്ഷം രൂപ ഈ നഗരത്തിന് ടാക്സായി അടയ്ക്കുന്ന ഒരു വക്കീൽ വരികയും ആ വക്കീലിനോട് അപമര്യാദയായി പെരുമാറുകയും ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം പരാതി പറയുകയുണ്ടായി. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ ധിക്കാരപൂർവമായ മറുപടി ചെയർപേഴ്സണോട് പറയുകയും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല എന്നെ നിയമിച്ചേക്കുന്നതെന്നും എനിക്ക് എൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ നിലക്ക് നിർത്താൻ അറിയാമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായി ചെയർപേഴ്സണോട് സംസാരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സെക്രട്ടറി വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കണം, ചെയറിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തരത്തിലൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ, ഞാൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ ധിക്കാരത്തോടു കൂടി സംസാരിക്കേണ്ടായി. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ വരുന്ന ജനങ്ങളെയെല്ലാം ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രീതി വന്നപ്പോൾ അതുപോലെ തന്നെ ചെയർപേഴ്സന്റെ ലോഗിനിൽ കയറി സെക്രട്ടറി ഇടപാടുകൾ ചെയർപേഴ്സന്റെ ലോഗിനിൽ സെക്രട്ടറി ഇടപാടുകൾ നടത്തുകയും കൗൺസിലിന് ഒരു നിലയിലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ കൗൺസിൽ ഒരു പ്രമേയം പാസാക്കി സെക്രട്ടറിയെ ഈ നഗരസഭയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞതു മുതൽ സെക്രട്ടറി വളരെ അസ്വസ്ഥതയാവുകയും വളരെ പ്രകോപനപരമായ രീതിയിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ ആളുകളെ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് അറിയാമെന്നുള്ള രീതിയിൽ വരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു സംസാരം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി.
ഈ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കോക്കസിന്റെ കൈവശത്താണ്. ശരിക്കും പറഞ്ഞാൽ സെക്രട്ടറി, സൂപ്രണ്ട്, ശ്രീകല, അതുപോലെ തന്നെ മറ്റ് 1-2 ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഈ ഓഫീസിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിനും ഇതിന്റെ പ്രവർത്തനം മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഈ നഗരസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയാണ്. ഒരിക്കലും ഈ നഗരസഭ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനത്തിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥനുമായി യോജിച്ചു പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടറി ഇന്ന് പല അപവാദങ്ങളും ചെയർപേഴ്സന്റെ പേരിൽ പറഞ്ഞു വരികയും സമരങ്ങളുമായി മുമ്പോട്ടേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശക്തമായി UDF-ന്റെ കൗൺസിലർമാരും അതിനെ പ്രതിരോധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് ആ റൂമിന് ലോക്കില്ല. ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് പ്രകോപനപരമായി സംസാരിച്ചപ്പോൾ ഇവര് പറയുന്നത്, ഈ സെക്രട്ടറി പറയുന്നത് മാന്യതയില്ലാത്ത വാക്കുകളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയുകയുണ്ടായി. ഈ വാക്കുകളെല്ലാം റെക്കോർഡ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയർപേഴ്സൺ ഔദ്യോഗികമായിട്ട് വിളിച്ച മീറ്റിംഗിൽ ചെയർപേഴ്സന്റെ റൂമിലാണ് സെക്രട്ടറി വന്നിട്ടുള്ളത്. സെക്രട്ടറിനെ പറയുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂറിനെതിരെയും സെക്രട്ടറി മോശം പരാമർശം നടത്തിയതായും ആരോപണമുണ്ട്. പൊതുജനങ്ങളോടുള്ള ധാർഷ്ട്യപരമായ പെരുമാറ്റവും ഭരണസമിതി ചൂണ്ടിക്കാണിക്കുന്നു. സെക്രട്ടറിയെ അടിയന്തരമായി സ്ഥലം മാറ്റുകയും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുമാണ് ഭരണസമിതിയുടെ ആവശ്യം. അടുത്ത കൌൺസിൽ യോഗത്തിൽ പ്രമേയം പാസാക്കും. മൂവാറ്റുപുഴ നഗരസഭയിൽ ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചില കൌൺസിലർമാർ സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി ഉദ്യോഗസ്ഥർ പ്രതിഷേധം സംഘടിപ്പിച്ചു. നഗരസഭാ സെക്രട്ടറിയെ ഭരണകക്ഷി കൌൺസിലർമാർ ഭീഷണിപ്പെടുത്തിയെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ചാണ് നഗരസഭാ കാര്യാലയത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നഗരസഭയിലെ ചില കൌൺസിലർമാർ സമ്മതിക്കുന്നില്ലെന്നും ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കാലതാമസം കൂടാതെ പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ചെയ്തു നൽകുന്നുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. മര്യാദയ്ക്ക് ജോലി ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. കാരണം ചില കൗൺസിൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. മിണ്ടാൻ പാടില്ല, നീങ്ങാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്ന രീതിയിലാണ് ചിലരുടെ ബിഹേവിയർ. ഇവര് എന്താ പറയാ, ഈ മൂവാറ്റുപുഴ നഗരസഭയിൽ മാത്രമാണ് ഇത്രയധികം പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ പല മുനിസിപ്പാലിറ്റി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ LDF മാത്രം ഭരിച്ചിട്ടുള്ള പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു കൗൺസിലർ പോലും എന്നോടൊന്നല്ല ആരോടും മോശമായിട്ട് ഇന്നവരെ സംസാരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ എത്ര ജോലി ചെയ്താലും ഇവർക്ക് ഭയങ്കര പരാതിയാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ എന്തായാലും പരമാവധി ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും അവരെ കൊണ്ട് പറ്റുന്ന പോലെ നന്നായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെതിരായിട്ടാണ് ചിലരെയൊക്കെ അതിനെന്താണ് അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഈഗോ എന്ന് മനസ്സിലാവില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ ന്യായം, അതായത് നമുക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വളരെ പെട്ടെന്നും പബ്ലിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നവരെ ആരും പറഞ്ഞിട്ടില്ല. മുനിസിപ്പൽ ആക്ടിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. NCS ഹോസ്പിറ്റൽ. We take care of your health. തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ LDF-ന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് MA സഹീർ പതാക ഉയർത്തിയതോടെ LDF-ന്റെ നേതൃത്വത്തിൽ മെയ് ദിന പരിപാടിക്ക് തുടക്കമായി. അന്തർദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ LDF-ന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് MA സഹീർ പതാക ഉയർത്തിയതോടെയാണ് മൂവാറ്റുപുഴയിൽ LDF-ന്റെ നേതൃത്വത്തിൽ മെയ് ദിന പരിപാടികൾക്ക് തുടക്കമായത്. വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടം, അതിന് ആയിരക്കണക്കായി വരുന്ന തൊഴിലാളികൾ ജീവരക്തം നൽകിക്കൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ട വിജയമാണ്. ആ വിജയത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ലോകത്താകമാനം ഇപ്പോൾ മെയ് ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഇന്ന് ഈ മെയ് ദിനം നടക്കുന്നതെന്ന് തൊഴിലാളികൾ മുഴുവൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് തൊഴിൽ നയത്തിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഇന്ത്യ ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് നൂതനങ്ങളായ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പരിണിത ഫലമായിക്കൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് വളരുന്നതിന് വേണ്ടി തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് ഏതാണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ നേടിയെടുത്ത അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്. മൂവാറ്റുപുഴ എസ്തോസ് ഭവന് മുന്നിൽ നിന്നാരംഭിച്ച മെയ് ദിന റാലി നഗരം ചുറ്റി തിരികെ കച്ചേരിത്തടുത്ത് സമാപിച്ചു. നിരവധി തൊഴിലാളികളാണ് മെയ് ദിന റാലിയിൽ പങ്കെടുത്തത്. പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ മെയ് ദിന റാലികൾ കേവലം ചടങ്ങുകൾ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള തൊഴിലാളി വർഗത്തിന്റെ ജാഗ്രത പ്രകടിപ്പിക്കുവാനുള്ള വേദി കൂടിയാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ നമ്മുടെ നാടിന്റെ കരുത്തായ തൊഴിലാളികൾ അണിനിരക്കുന്ന ബൃഹത്തായ മെയ് ദിന റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലൂടെ കടന്നു വരികയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ എസ്തോസ് ഭവനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള മെയ് ദിന റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലൂടെ കടന്നു വരികയാണ്. ചുവപ്പണിഞ്ഞ ചെമ്പതാകകളേന്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി നീങ്ങുന്ന ഈ മെയ് ദിന റാലിയിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുവാൻ CITU മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി CK സോമൻ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ LDF നേതാക്കളായ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N അരുൺ, AITUC സംസ്ഥാന കൗൺസിൽ അംഗം KA നവാസ്, CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് M മാത്യു, KG അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ മെയ് ദിന റാലി നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. INTUC റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ മെയ് ദിന റാലി നടത്തി. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച റാലി PO ജംഗ്ഷനിലെത്തി തിരികെ നെഹ്റു പാർക്കിൽ സമാപിച്ചു. നിശ്ചിതമായ പ്രതികൂലങ്ങൾ 5 സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ നടത്തുന്ന ഒരു സംവിധാനമാണ്. തുടർന്ന് യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ച മെയ് ദിനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PM ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ശതമാനം രാജ്യങ്ങളിലും ഇന്ന് സാർവദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലാകമാനം INTUC യുദ്ധവിരുദ്ധ ദിനമായി ഇത് ആചരിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനങ്ങളും എല്ലായിടത്തും സംഘടിപ്പിച്ചിട്ടുള്ളത്. 1886 ചിക്കാഗോയിലെ തെരുവീതികളിൽ തൊഴിലാളികൾ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിൽ മരിച്ചു വീണ 10 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളിൽ നിന്നും തിരിച്ചറിഞ്ഞ് സർക്കാരുകളും അധികാരികളും 8 മണിക്കൂർ ജോലിയെന്നും 8 മണിക്കൂർ വിശ്രമമെന്നും 8 മണിക്കൂർ കായികമെന്നും തീരുമാനിച്ച് തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുത്ത ആ അംഗീകാരം ലോകത്തെമ്പാടുമുള്ള 85 രാജ്യങ്ങൾ അംഗീകരിച്ച് ഇന്ന് മെയ് ദിനമായി ആചരിക്കുകയാണ്. റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ടോമി തന്നിട്ടാമാക്കൽ, പങ്കജാക്ഷൻ നായർ VR, ജോൺ തെരുവത്ത്, TA കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എൽദോ പോൾ, സിനിജ സനൽ, രതീഷ് മോഹൻ, സനൽ സജി, ജിജോ പാപ്പാലി, KP ഖാദർ, മാത്യൂസ് കറിയ, PHM ബഷീർ, നിയാസ് വാരിക്കാട്, ജബ്ബാർ AA, നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് BJP. മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം നശിപ്പിക്കുവാൻ തുടങ്ങുന്ന ഒരു ഭരണസമിതിയുടെ നേർസാക്ഷ്യമാണ് മൂവാറ്റുപുഴയിൽ കണ്ടുവരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി പൊതുശ്മശാനം നിരന്തരമായിട്ടുള്ള അറ്റകുറ്റപ്പണികളുടെ പേരിൽ അടച്ചിടുകയും മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാതെ വരികയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് പൊതുശ്മശാനത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നും BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ പറഞ്ഞു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ, ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.
പൈങ്ങോട്ടൂർ നെടുങ്കല്ലിൽ പരേതനായ ചാൾസ് ആന്റണിയുടെ ഭാര്യ കുസുമം 74 നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത മംഗലത്തെ കുടുംബാംഗമാണ്. മക്കൾ ഡോക്ടർ സിംപിൾ, ഡോക്ടർ ഹംബിൾ, ഡോക്ടർ നോബിൾ. മരുമക്കൾ ഡോക്ടർ ജെയ്സൺ തട്ടാർകുന്നേൽ, സിമി കുറ്റിക്കാടൻ, ആഷ്ലി പീറ്റർ. പെരുമറ്റം മുണ്ടപ്പിള്ളിൽ അലിയ നിര്യാതനായി. ഖബറടക്കം നടത്തി. പരേതൻ ദീർഘകാലം പെരുമറ്റം മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. ഭാര്യ പരേതയായ സുഹറ. മക്കൾ ഹാരിസ്, സലാം, ഉബൈദ്, മുഹമ്മദ്, ഖാൻസ, ആമിന. മരുമക്കൾ റൈഹാനത്ത്, റഹീല, ഷബാന, നിസ്മിന, കരീം, സുധി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.